ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എപ്പോൾ എത്തുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിലെ എനർജിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് ആയാലും, റിലേഷൻഷിപ്പിലുള്ള അകൽച്ച, വിശ്വാസക്കുറവ്, സാമ്പത്തികമായിട്ട് നേരിടുന്ന പ്രതിസന്ധികളോ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ മോശം പ്രവൃത്തികൾ കൊണ്ടുണ്ടായ വിഷമഘട്ടം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിന് ഒരു തടസ്സമുണ്ടാക്കുന്ന ഒരു രീതിയിലൊക്കെയാണെങ്കിൽ അതൊക്കെ അകന്നു പോകാനായി പ്രപഞ്ചം ചില മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു എന്നാണ് കാണുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് ഒരു ക്ലാരിറ്റിയും സമാധാനവും ഒക്കെ തേടുന്ന ഒരവസ്ഥയിലാണ്. പഴയ ചില കാര്യങ്ങളും അതിലുള്ള ചില ആശങ്കകളും കുറയ്ക്കാനായിട്ടുള്ള സാധ്യതകളും അടുത്ത് തന്നെ ഉണ്ടാകും എന്നാണ് ഇവിടെ എനർജിയിൽ കാണുന്നത്. നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ അതിന് മാറ്റമുണ്ടാകുന്ന രീതിയിൽ ചില വഴികൾ തെളിഞ്ഞു വരും. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ആ തുറന്ന സംസാരം, അതിലൂടെയാണ് എല്ലാം ശരിയാകാനായിട്ട് പോകുന്നത്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം വളരെ ശക്തമാണ്. ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അത് തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും. അതിലൂടെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടും എന്നാണ് കാണുന്നത്. മറ്റൊരു എനർജിയിൽ കാണുന്നത്, നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും വളരെ പതുക്കെയുള്ള ഒരു പ്രോഗ്രസ് ആണ് കാണുന്നത്. വളരെ പതുക്കെയാണ്. ഇനി അയ്യോ അത് വളരെ പതുക്കെയാണല്ലോ എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഉറപ്പുള്ള കാര്യം തന്നെയാണത്. മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനമുള്ളതും ആയിരിക്കും. വളരെ ഫോക്കസോട് കൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. ഇനി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ചിലവുകൾ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. എന്തിനു വേണ്ടിയാണ് എന്നറിയില്ല. ചെറിയ ചെറിയ 100 കൂട്ടം കാര്യങ്ങൾ വരുമ്പോൾ ഒരു വലിയ പ്രശ്നത്തെ നേരിടാനാവാത്ത രീതിയിൽ സാമ്പത്തികം പല ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ ഭിന്നിച്ചു പോകുന്നതായിട്ട് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് എനർജിയിൽ കാണുന്നത്. പക്ഷേ ആ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഒഴിവാകുന്ന രീതിയിൽ ചില വഴികൾ നിങ്ങളിലേക്ക് വന്നു ചേരും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സേവിങ്സ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ച് അതിനെ കൂടി വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കും. മറ്റൊരു എനർജിയിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം പെട്ടെന്ന് നടക്കാതിരിക്കുകയാണെങ്കിൽ നിരാശപ്പെടാതിരിക്കുക എന്നാണ് കാണുന്നത്. ശാന്തമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കൃത്യമായ സമയം നിങ്ങൾക്ക് മുന്നിൽ പ്രവർത്തിക്കും. അത് പ്രപഞ്ചം തരുന്ന ഉറപ്പാണ്. അതുപോലെ നിങ്ങൾ അനുഭവിക്കുന്ന വലിയ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം ലഭിക്കാൻ സാധ്യത വരുന്നുണ്ട്. അത് നിങ്ങൾ ഒരുപാട് കാലങ്ങളായി ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനാണ് പരിഹാരമുണ്ടാകുന്നത്. ഒരു മോശം അവസ്ഥയിൽ നിങ്ങൾ പോയി പെട്ടതാണ് അതിന് കാരണം തന്നെ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഭഗവാൻ നിങ്ങൾക്ക് ഒരു വഴി കാട്ടിത്തരും. മറ്റൊരു എനർജിയിൽ നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്കരികിൽ തന്നെയുണ്ട്. സമാധാനത്തോടെ മുന്നോട്ട് പോവുക. കാരണം ചെറിയ ശ്രമങ്ങൾ പോലും നിങ്ങൾ നടത്തുന്നത് ചില കാര്യങ്ങൾക്കുള്ള മുന്നോടിയാണ്. ഇതിൽ ഒന്നും തന്നെ പാഴായി പോകില്ല എന്നാണ് സൂചനകളിൽ കാണുന്നത്. ഇനി നല്ല അവസരങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അല്ലെങ്കിൽ നല്ല ഒരു വാർത്ത നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾ ചെയ്തു വെച്ച എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പോസിറ്റീവ് റിസൾട്ട് ആകാം. അങ്ങനെ നല്ല വാർത്തകളും അവസരങ്ങളും നിങ്ങളിലേക്ക് എത്താനുള്ള സമയം അടുത്തു കഴിഞ്ഞു. കണ്ണും മനസ്സും തുറന്ന് നിങ്ങളിരിക്കുക. തീർച്ചയായും നിങ്ങൾക്കരികിലേക്ക് അത് വന്നെത്തും. ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണത്. കഠിനമായിട്ടുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊരിക്കലും ഭഗവാൻ കാണാതെ പോകില്ല. ശാന്തമായിട്ട് സമാധാനമായിട്ട്
നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കൃത്യമായ സമയത്ത് നിങ്ങൾക്കരികിൽ അത് എത്തിയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന നല്ല ചില കാര്യങ്ങൾ കുറച്ച് വൈകിയാലും നിങ്ങളിലേക്ക് തന്നെ വന്നെത്തിയിരിക്കും. അത് ശരിയായ സമയത്ത് തന്നെയായിരിക്കും വന്നെത്തുന്നത്. മറ്റൊരു എനർജിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളെക്കുറിച്ച് ഒരു വ്യക്തി ചിന്തിക്കുന്ന എനർജി കാണുന്നുണ്ട്. പക്ഷേ അത് നിങ്ങളോട് വ്യക്തമായി തുറന്നു പറയുന്ന ആ ഒരു വ്യക്തി അങ്ങനെയുള്ളൊരു വ്യക്തിയാവണമെന്നില്ല. അയാൾക്ക് നിങ്ങളോട് തുറന്നു പറയാനും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണും. കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉള്ള ഒരാളായിരിക്കും. നിങ്ങൾ ഈ അടുത്ത് പരിചയപ്പെട്ട വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ സുഹൃത്തോ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ കണക്ഷനുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ വളരെ റീസെൻ്റായിട്ട് നിങ്ങളെ കണ്ടുമുട്ടി നിങ്ങളെ ഓർക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാകാം. നിങ്ങളെ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം ആ വ്യക്തി. അതിനായി വളരെയധികം ക്യൂരിയോസിറ്റി അവർക്കുണ്ടാവാം. പല മാർഗങ്ങളിലൂടെ, സുഹൃത്തുക്കളുടെയോ മറ്റോ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളോട് നേരിട്ട് എന്ത് പറയണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും ആ വ്യക്തിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സൈലൻ്റായിട്ട് ചിന്തിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാകാം. കൃത്യമായിട്ടുള്ള സമയമാവുമ്പോൾ തന്നെയായിരിക്കും അവരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് വരികയുള്ളൂ. നിങ്ങളെക്കുറിച്ച് വളരെ നല്ല എനർജിയിലുള്ള വ്യക്തികളും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ അടുത്ത് വരാനായിട്ട് സമയം വൈകുന്നു. അത് വൈകിയാണെങ്കിലും കുറച്ച് തടസ്സങ്ങളുണ്ടായാലും വന്നിരിക്കും. അതായത് അധികം വൈകാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇമോഷണലി ഒരു പുതിയ കണക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. പെട്ടെന്നായിരിക്കില്ല, വളരെ സാവധാനത്തിൽ ഡെവലപ്പാകുന്ന ഒരു ബന്ധം തന്നെയായിരിക്കും. ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള, നേച്ചറുള്ള അല്ലെങ്കിൽ കെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തി. അങ്ങനെ സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും വളരെ എളുപ്പമുള്ളതുമായ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആദ്യമൊന്നും നിങ്ങൾ അതിനെ സീരിയസ് ആയി എടുത്തില്ല. ഒരു പക്ഷേ പിന്നീട് നിങ്ങൾ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്കതിനെ തോന്നാം. ഇനി നിങ്ങൾ പഴയ ഓർമ്മകളിൽ കുരുങ്ങിക്കിടക്കുകയാണെങ്കിൽ, ശരിയും തെറ്റും അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, പുതിയ ആളുകളെ മനസ്സിലാക്കി സ്വീകരിക്കാൻ വളരെ സംശയിച്ചു നിൽക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ചധികം ചിന്തിക്കേണ്ടി വരും. നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കണം. ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്കതിന് സാധ്യമാകും. നിങ്ങൾക്ക് അനുകൂലമായ റിലേഷൻഷിപ്പിലേക്കാണോ നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ വെളിപ്പെടുന്ന ചില സൂചനകൾ കിട്ടും. മറ്റൊരു എനർജിയിൽ കാണുന്നത്, നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒരാൾ മറുവശത്ത് ഉണ്ടെങ്കിൽ അവരിൽ നിന്നാണ് നിങ്ങൾക്ക് വളരെയധികം സംഘർഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ വ്യക്തി വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്കെതിരെ പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്നതിനായിട്ട്. അവർ കുറേയധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനവർക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇവർ മൂലം നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള കള്ളങ്ങളും അപവാദങ്ങളും അവർ മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തിയായിരിക്കാം. മാനസികമായിട്ട് പോലും നിങ്ങളെ തകർക്കാനായിട്ട് എവിടെയെങ്കിലും വല്ല സാഹചര്യമുണ്ടെങ്കിൽ അവിടെയെല്ലാം അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ തെറ്റുകാരനായി അല്ലെങ്കിൽ തെറ്റുകാരിയായി മാറാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടറിഞ്ഞ് വേണം നിങ്ങൾ മുന്നോട്ട് പോവാൻ. അത്തരം വ്യക്തിയെ അവഗണിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരം ദുഷ്ടശക്തികളുടെ വലയിൽ പെടാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും എന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ വാക്കുകളും ചിന്തകളും പ്രവർത്തികളും കൊണ്ട് മാത്രമേ ഇവർക്ക് മറുപടി നൽകാൻ സാധിക്കൂ. ഇവരെ അവഗണിക്കേണ്ട അവസരങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് മുന്നിൽ വരും. കാരണം നിങ്ങളുടെ കണ്ണീര് കാണുമ്പോഴാണ് അവർ കൂടുതൽ ശക്തരായിട്ട് മാറുന്നത്. അവരെയൊക്കെ അവഗണിച്ച് സ്വയം
കരുത്താർജിച്ച് മുന്നോട്ട് പോവുക. ഇവിടെ അവരുടെ ആധിപത്യത്തിന് ഒരിക്കലും നിങ്ങൾ നിന്നു കൊടുക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു വഴി പോസിറ്റീവായിട്ട് നിർത്താനുള്ള ഒരേ ഒരു വഴി. കാരണം നിങ്ങളുടെ സമയവും നിങ്ങളുടെ മാനസികാവസ്ഥയും നശിച്ചു പോകുന്നത് ഇത്തരം വ്യക്തികളോട് നിങ്ങൾ കൂടുതലായിട്ട് സമയം കളയുമ്പോൾ തന്നെയാണ്, വെറുതെ ആവശ്യമില്ലാതെ അവരുമായിട്ട് വഴക്കിടുമ്പോഴൊക്കെ. അതുകൊണ്ട് സ്വന്തം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആ സമയം ഉപയോഗിക്കുക. അത് നിങ്ങളിൽ പുരോഗതിയും ഭാഗ്യവും കൊണ്ടുവരും എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ മുറിപ്പെടുത്താനായിട്ട് വരുന്നവർ ഒരിക്കലും നല്ല ചിന്തയോടെ അല്ല വരുന്നത്. നിങ്ങളുടെ മനസ്സിനെ വഴിതിരിച്ചു വിടണം എന്ന ചിന്തയോടെ തന്നെയാണ് അവർ ഓരോന്നിനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങളുടെ ഉയർച്ച തന്നെയാണ് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി. അതുകൊണ്ട് നിങ്ങൾ ശക്തമായി തന്നെ ഉയരാനായിട്ട് ശ്രമിക്കുക. അതിനായിട്ട് തീർച്ചയായും നിങ്ങൾക്ക് തന്നെ കഴിയും. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വ്യക്തികളെയും ചിന്തകളെയും ഒക്കെ ഉപേക്ഷിച്ച് ആവശ്യമുള്ളത് മാത്രം സ്വീകരിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിത ലക്ഷ്യം സഫലമാക്കാൻ പ്രപഞ്ചം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ കാണും. ഇത്രയേ ഉള്ളൂ. സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണമായൊരു ജീവിതം പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു.